ബോഗൺവില്ല ചെടികളിൽ നന്നായി പൂക്കൾ ഉണ്ടാവാനുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് പല പല ഘട്ടങ്ങളിലായിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതുപോലെ പച്ചിലകൾ കാണണേ. ഇത് മഴക്കാലം തീരുന്നോട് കൂടിയിട്ടുള്ള നമ്മുടെ ബോഗൺവില്ല ചട്ടികളാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കൊടുക്കാൻ പോകുന്ന വളം എന്ന് വെച്ചാൽ DAP വളമാണ് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് ഇതെങ്ങനെ കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ കിളകളൊക്കെ പറിച്ച് മാറ്റണം. ഇതിൻ്റെ ചോട്ടിൽ നല്ല പുല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ മഴക്കാലം കഴിഞ്ഞ സമയമായിരുന്നു ഇത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കിളകളുണ്ട്. ഇനി നമ്മൾ അതൊക്കെ പറിച്ച് മാറ്റുക. അപ്പോൾ ഞാൻ ചില കമ്പുകൾ ഇതിൽ തന്നെ വെട്ടുമ്പോൾ അതിൽ തന്നെ കുത്തി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ പ്ലാന്റ് ഒരു ചട്ടിയിൽ തന്നെ 3-4 പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മണ്ണൊക്കെ ജസ്റ്റ് നീക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഞാൻ DAP വളം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് DAP വളം യൂസ് ചെയ്യുന്നത്. ഞാൻ വീട്ടിലുള്ള സംഭവങ്ങൾ മാത്രമാണ് വളങ്ങളായിട്ട് ഉപയോഗിക്കാറ്. ഇപ്പോൾ ആദ്യമായിട്ടാണ് DAP വളം ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് വേണ്ടത് നമ്മുടെ ബോഗൺവില്ല ചെടികൾക്ക് നല്ല വെയിലാണ് കേട്ടോ. അപ്പം എൻ്റെ ചെടികളൊക്കെ നിന്നിരുന്നത് താഴെ മതിലിന് മേലായിരുന്നു. അവിടെ വെയിലില്ലാത്തതുകൊണ്ട് ഞാൻ ടെറസിൻ്റെ പൊക്കത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് നല്ല വെയിലുള്ളത്. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ കിട്ടിയാൽ മാത്രമേ ഇതുപോലെ പൂക്കൾ ഉണ്ടാവുള്ളൂ. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നനയുടെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീട്ടിലുണ്ടാക്കുന്ന വളങ്ങളാണ് എൻ്റെ ബോഗൺവില്ലക്ക് കൊടുക്കാറ് എന്നുള്ളത്. അത് പല രീതിയിലുള്ള വളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇതിൽ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് ഇടാം. അപ്പോൾ അതിലും എൻ്റെ ബോഗൺവില്ലക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വളങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വളം എന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളത്തിൽ പഴത്തൊലിയും ഉള്ളിത്തോടും ഒക്കെ കൂടിയിട്ട് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബോഗൺവില്ലക്ക് പഴത്തൊലി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായി പൂക്കളുണ്ടാവും. കഞ്ഞിവെള്ളമാണ്. അപ്പോൾ അതിലേക്ക് പഴത്തൊലിയും പിന്നെ അതുപോലെ ഉള്ളിത്തോടും ഒക്കെ കൂടി ഇട്ടിട്ട് 2 വെച്ചതിന് ശേഷമുള്ളതാണ് ഈ വളം. അപ്പോൾ ഇത് നന്നായിട്ട് നേർപ്പിച്ചിട്ട് വേണം നമ്മുടെ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ അടിവശം നന്നായിട്ട് മണ്ണ് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വളത്തിനൊക്കെ അതിൻ്റേതായ ഗുണങ്ങൾ ഉണ്ടാവുള്ളൂ കേട്ടോ. ബോഗൺവില്ല പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായി പൂക്കളൊക്കെ ചെറുതായിട്ട് ഓരോന്നൊക്കെ വരുന്നുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് ഈ വളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇതുപോലെ നേർപ്പിച്ചതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ കടയിൽ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം കേട്ടോ നിങ്ങളിത് ഈ വളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഈ ചട്ടികളുടെ ഇടയിൽ നന്നായി പുല്ലുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ പറിച്ച് മാറ്റണം. അപ്പോൾ നല്ല മുള്ളാണ് കേട്ടോ. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ മുറിച്ച് മാറ്റാൻ. അല്ലെങ്കിൽ മുള്ള് കുത്തിയിട്ട് കൈയൊക്കെ പോകട്ടോ. അപ്പോൾ എൻ്റെ കൈയൊക്കെ 2-3 പ്രാവശ്യമായി മുറിയണത്. എന്താണെന്ന് വെച്ചാൽ ഞാനിതിന് ബ്രൂൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് വലിയ ഇതിൽ ഹൈറ്റ് വരുന്നില്ല എൻ്റെ പ്ലാന്റ്സ് ഒന്നും. അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് മുള്ള് കുത്തുന്നുണ്ട് കേട്ടോ. താഴെ മുതലേ തന്നെ ചെറിയ ചെറിയ തൈകളാണ്. അപ്പോൾ തീരെ ഹൈറ്റ് ഇല്ലാത്ത തൈകളാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബ്രൂൺ ചെയ്ത് കൊടുക്കാറുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്രൂൺ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് പൂക്കളുണ്ടാവും കേട്ടോ. വർഷത്തിലൊരു 3-4 വട്ടെങ്കിലും നമ്മൾ ബ്രൂൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഹാർഡ് ബ്രൂണിങ്ങും ഉണ്ട്, സോഫ്റ്റ് ബ്രൂണിങ്ങും ഉണ്ട്. അപ്പോൾ ഹാർഡ് ബ്രൂണിങ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെട്ടിക്കൊടുക്കുന്നതിനാണ് ഹാർഡ് ബ്രൂണിങ് എന്ന് പറയുന്നത്. സോഫ്റ്റ് ബ്രൂണിങ് എന്ന് പറഞ്ഞാൽ ചെറുതായി വെട്ടിക്കൊടുക്കുന്നതിനാണ് കേട്ടോ. പിന്നെ ചട്ടിയിൽ നിന്ന് നമുക്ക് 2 വർഷത്തിലൊരിക്കൽ നമുക്ക് ചട്ടി മാറ്റി കൊടുക്കാം. അപ്പോൾ ചട്ടി സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചാണകപ്പൊടിയും പിന്നെ എല്ലുപൊടിയും കമ്പോസ്റ്റും അങ്ങനെയുള്ള വളങ്ങളൊക്കെ കൂടി ചേർത്തിട്ട് മണ്ണൊക്കെ ചേർത്തിട്ട് വേണം രണ്ടാമത് ചട്ടി മാറ്റിയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ചെടി നടാൻ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമ്മുടെ മണ്ണ് ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. മണ്ണ് ഒരിക്കലും ഇതുപോലെ തന്നെ കട്ട പിടിച്ചിട്ടിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നന കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് മണ്ണ് ഡ്രൈ ആകുമ്പോൾ മാത്രമാണ് നനയും കൊടുക്കേണ്ടത് കേട്ടോ. എന്നാലാണ് പൂക്കൾ ഉണ്ടാവുള്ളൂ. നല്ല മണ്ണ് എപ്പോഴും നനഞ്ഞിരുന്നാലേ നമ്മുടെ ചെടികളിൽ ഇല വന്നിട്ട് നിറയുകയുള്ളൂ കേട്ടോ. പൂക്കൾ ഉണ്ടാവില്ലേ. പിന്നെ അതുപോലെ തന്നെ ഇതിന് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടത് പൊട്ടാഷ് വളങ്ങളാണ്. പൊട്ടാഷ് വളങ്ങൾ കൊടുക്കുമ്പോഴാണ് നല്ലോണം പൂക്കൾ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ പഴത്തൊലിയിൽ നന്നായിട്ട് പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചാരത്തിൽ പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി കൂടുതൽ വളങ്ങളുടെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പിന്നെ ബോഗൺവില്ലയുടെ കളക്ഷന് നിങ്ങളെ കാണിക്കാം കേട്ടോ.
അപ്പോൾ എൻ്റെ ബോഗൺവില്ല അതാ അതുപോലെ പൂക്കളൊക്കെ ഉണ്ടാവാൻ തുടങ്ങണേ ഉള്ളൂ. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഇത് ഞാനൊരു ചെറിയൊരു കമ്പ് കഴിഞ്ഞ മാസം പിടിപ്പിച്ചതാണ്. ഇതിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 10ഓളം വെറൈറ്റി ബോഗൺവില്ലാസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഓരോന്ന് പൂവ് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ചെറിയ തൈകളുമാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.